അപ്പോൾ ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഇലക്ഷൻ സംബന്ധമായ വിഷയം പറയാനും അതുപോലെ തന്നെ എന്താണ് രാഹുൽ മാങ്കൂട്ട സംബന്ധമായ വിഷയം, പിന്നെ UDF LDF ഇവരെ രണ്ടുപേരെയും ബാധിക്കുന്ന നമ്മുടെ വയനാട് പ്രശ്നവും കൂടെ സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ ഇപ്പം എന്താണ് ലൈക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ എന്താണ് ലൈക്ക് ചെയ്യുമ്പോൾ തന്നെ എന്താണ് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ അത് ഒന്ന് എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കറിയാം കഴിഞ്ഞ ദിവസം എന്താണ് രാഹുൽ മാങ്കൂട്ടം വയനാട് പ്രോജക്റ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചുകൊണ്ട് ഒരു കണക്കും കാര്യങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. നമ്മൾ അതെടുത്ത് റിയാക്ട് ചെയ്തതാണ്. അതായത് LDF സർക്കാരിന് നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാർ 780 കോടിയോളം രൂപ നമ്മൾ ധനസഹായമായിട്ട് CM ഫണ്ടിലോട്ട് പിരിച്ചിട്ട് കൊടുത്തു. ആ പിരിച്ചിട്ട് കൊടുത്തതിൽ 178 വീടുകളിൽ പണി പൂർത്തിയാക്കാതെ ഇന്ന് അവിടെ ഒരു മനുഷ്യർ പോലും കയറി താമസിക്കാൻ ഇന്ന് സാധിച്ചിട്ടില്ല. അവർ ജസ്റ്റ് എന്താണ് ഒരു PR വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇലക്ഷന് ഒരു പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഉദ്ഘാടനം കാണിച്ചു. അങ്ങനെ PR വെച്ച് കുറെ അധികം പബ്ലിസിറ്റി ഇൻസ്റ്റ അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇതുപോലെ പ്രചരിപ്പിക്കുകയുണ്ടായി. ഇതുവരെ ഒരു വീടിന്റെ പോലും പൂർണ്ണമായ പണികൾ തീർത്തിരുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ആണ്. അത് കാണാത്തവർ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, തീർച്ചയായും കണ്ടു നോക്കുക. അപ്പൊ അങ്ങനെ ഒരു പരാമർശം വന്നു. അങ്ങനെ ഒരു പരാമർശം വന്നപ്പോഴത്തേക്ക് എന്താണ് UDF സർക്കാർ പിരിച്ച ഫണ്ടും കാര്യങ്ങളും എന്താണ് അതിന്റെ കണക്കും കാര്യങ്ങളും കാണിക്കണം എന്ന് പറഞ്ഞ വ്ളോഗേഴ്സ്, അതായത് സീക്രട്ട് ഏജന്റ് ആണ് മെയിൻ ആയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ UDFന്റെ എന്താണ് ആ കണക്കും കാര്യങ്ങളും സുതാര്യമായിരിക്കണം, നിങ്ങളുടെ ഭാഗം ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അക്കൗണ്ടിൽ, അത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ വേറൊരു ഇതിന്റെ UDFന്റെ കണക്കും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഒരു റീല് വരാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കല്ലെങ്കിൽ നമുക്ക് ആ റീൽ ഒന്ന് കണ്ടു നോക്കാം. അതെ, വീണ്ടും വയനാട് തന്നെയാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്നാണ് KPCC പ്രസിഡന്റ് വളരെ വിശദമായി തന്നെ കോൺഗ്രസ് പിരിച്ച കണക്കിനെ പറ്റിയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പിരിച്ച കണക്കിനെ പറ്റിയും ഒക്കെ വിശദമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് കണക്കുകൾ പറയാം. ഒന്ന്, യൂത്ത് കോൺഗ്രസ് ആകെ പണം പിരിച്ചത്, അത് ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന് പിരിച്ചിട്ടില്ല, ഒരുപാട് ചലഞ്ചുകൾ വഴി പിരിച്ചത് 1,05,00,000 രൂപ. KPCC ആപ്പ് വഴി പിരിച്ചത് ഏതാണ്ട് 4,33,00,000 രൂപ. മൊത്തത്തിൽ 5,33,21,632 രൂപയാണ് KPCC യൂത്ത് കോൺഗ്രസും കൂടെ ചേർന്ന് പിരിച്ചത്. ഇനി ആപ്പുകളുടെ നിർമ്മാണവും ചെലവും അത്തരം കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് 9,30,30,000 രൂപ ചെലവായിട്ടുണ്ട്. ഒന്നാം ഘട്ട ഭൂമി ഏറ്റെടുക്കലും രജിസ്ട്രേഷനും വേണ്ടിയിട്ട് 3,68,36,385 രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. അതിന്റെ ബാക്കി ഇനി 1,60,55,247 ഉണ്ട്. രണ്ടാം ഘട്ട ഭൂമിയുടെ വില 2,50,30,212 രൂപയാണ്. അപ്പോ ആകെ ചെലവ് 6,27,96,597 രൂപയാണ്. രജിസ്ട്രേഷൻ അടക്കമുള്ള ചെലവിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയുമാണ് ചെലവായതെന്നും ഇത്രയുമാണ് പിരിച്ചതെന്നും പറഞ്ഞ് കണക്കാകെ പുറത്തേക്ക് വന്നപ്പോ നമ്മുടെ സംവാദമുങ്ങിയായ ശ്രീ പിണറായി വിജയന്റെ പാർട്ടിക്കാര് ഒരു പുതിയ സ്ക്രീൻഷോട്ടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് ആപ്പ് വഴി പിരിച്ചത് 54,49,78,56 രൂപയാണത്രേ. ഈ ഒരു സ്ക്രീൻഷോട്ട് കേരളത്തിൽ വ്യാപകമായി CPMന്റെ സൈബർ സ്പേസ് പ്രചരിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്തും. അപ്പം ഇവിടെ പറയുന്നത് ഇത് നല്ലൊരു PR സ്റ്റണ്ട് തന്നെയാണ്. ഏതാണ്ട് UDFന് എഗനസ്റ്റ് ആയിട്ട് അടിക്കുക തന്നെയാണ്. അതായത് ഏകദേശം നമുക്ക് ഇപ്പൊ കണക്ക് പ്രകാരം 9 കോടി മിച്ചം രൂപയോളം ഇന്നത്തെ ചെലവായിട്ടുണ്ട്. അതിലിവിടെ എന്താണ് സർക്കാർ 54 കോടി രൂപ സംതിങ് എന്താണ് UDF എന്താണ് പിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു നാണം കെട്ട പരിപാടി ഇവിടെ ഇറക്കിയത്. അത് എന്താണിത്? അപ്പൊ എക്കാലും ഈ പ്രാവശ്യത്തെ LDF ഭരണം താഴെ തന്നെ വീഴും, അത് യാതൊരു സംശയമില്ല. കേരളത്തിന്റെ ഫുൾ ജനങ്ങളുടെ ഒരു താല്പര്യമാണ് LDF സർക്കാർ താഴെ വീഴുന്നുള്ളത്. ഇപ്പം ധർമ്മടത്താണെങ്കിൽ നമ്മുടെ എന്താണ് പിണറായി വിജയൻ മത്സരിക്കുന്നുണ്ട്. ഓഫ്കോഴ്സ് പിണറായി വിജയൻ ജയിക്കും, കാരണം അവിടെ LDFന്റെ കോട്ടയാണ്, ഒരിക്കലും അദ്ദേഹം തോക്കത്തില്ല. പക്ഷെ ഭരണം കിട്ടുമെന്ന് തോന്നുന്നില്ല. ഭരണം ഇത്തവണ താഴെ ഇറങ്ങും എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പക്ഷെ ഇവിടെ രാഹുൽ മാങ്കൂട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ വളരെ വ്യക്തമല്ലേ? ഈ ഇത്രയും നമ്മൾ കോടിക്കണക്കിന് പൈസ പിരിച്ചു കൊടുത്തിട്ട് ഒരു നമ്മൾ താക്കോൽദാനം അല്ലെങ്കിൽ ഒരു PR വെച്ചിങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു വീട്ടിൽ അല്ലെങ്കിൽ പണി പൂർത്തിയാക്കിയിട്ട് 170 വീട്, ആ 170 വീട്ടില് നിങ്ങൾ അത് ജനങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരാൾക്കെങ്കിലും കയറി കിടക്കാനുള്ള ഒരു ഗതി ഉണ്ടാക്കിയിട്ട് വേണ്ട ഇത് കാണിക്കാൻ. അന്ന് ഒരു മാസത്തിന് മുമ്പേ ഒരുപാട് നടന്മാര് വരുന്നു, ഭയങ്കര ബഹളമാകുന്നു, അയ്യോ പിണറായി വിജയൻ ഞങ്ങളുടെ ചക്കരയാണ് മുത്താണെന്ന് പറഞ്ഞ് അവിടെയുള്ള ജനങ്ങള് ആരവം കൂട്ടുന്നു. പക്ഷെ നാളിന്ന് വരെ ഇത്രയും താക്കോൽദാനം എല്ലാം കഴിഞ്ഞ് നാളിന്ന് വരെ അതിനകത്ത് ഒരു മനുഷ്യരും കയറി താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അത് മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെയൊന്നും പാടില്ല. നമ്മളത്
ഒരു ഉദ്ഘാടനം വെക്കുമ്പോഴത്തേക്ക് അതിന്റെ ഫുൾ പണി തീർത്തിട്ട് അവിടെ ആൾക്കാരെ താമസിക്കാൻ സജ്ജമായതിനു ശേഷമാണ്. അല്ലാതെ ഈ ഒരു ഇലക്ഷൻ സമയത്ത് എന്തൊക്കെയോ കാണിക്കാൻ വേണ്ടി, വീമ്പ് കാണിക്കാൻ വേണ്ടി അങ്ങനെ കാണിച്ചത് വളരെ മോശമായി പോയി. 485 വീടുകളിൽ 420 വീട്, ബാക്കി ഒരു വീടിന് 15 ലക്ഷം രൂപ അല്ലെങ്കിൽ 20 ലക്ഷം രൂപയാണ് ഇട്ടേക്കുന്നത്. എന്നാൽ കൂടി ഒരു 100 കോടി അല്ലെങ്കിൽ 120 കോടിക്കുള്ളിലാണ് നിൽക്കുന്നത്. ടൗൺഷിപ്പ് കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റി. ടൗൺഷിപ്പ് നമുക്കറിയാം, ഒരുപാട് അടിയന്തര സൗകര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് കെട്ടിടങ്ങൾ അങ്കമാടി, അതുപോലെ നമുക്ക് അത്യാവശ്യം ആവശ്യത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കെട്ടിടങ്ങളും അവിടെ ആവശ്യമാണ്. അതൊക്കെ ശരിയൊക്കെ തന്നെ. എന്നാൽ കൂടിയും 700 സംതിങ്, ഒരു 800 കോടി തുകയ്ക്കടുത്ത് നമ്മൾ പിരിച്ചു കിട്ടിയതല്ലേ. എന്നിട്ടും ഇത് ഒന്നും ആയില്ലെന്ന് പറയുമ്പോഴത്തേക്ക് വളരെ കഷ്ടം തന്നെയാണ്. അവിടെ ആ ഭൂമിയിൽ തർക്കങ്ങളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതിന് തർക്കങ്ങളുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പം ഇത് 2 വർഷമായിട്ടും 20 മാസം പിന്നിടുമ്പോഴും ഇത് ഇങ്ങനെയൊക്കെ തന്നെ കെട്ടിക്കിടക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അത് സർക്കാരിന്റെ ഉപേക്ഷക്കുറവല്ലേ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാര്യമില്ലേ. അപ്പം അതൊക്കെയാണ് നമ്മൾ ഇവിടെ വെച്ച് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വയനാട്ടിലെ ജനങ്ങളോടാണ് പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണ് അവിടെ കറന്റ് സിറ്റുവേഷൻ, നിങ്ങൾക്ക് കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ധൈര്യമായിട്ട് മീഡിയാസിന്റെ മുന്നിൽ വന്ന് പറയാ. ജസ്റ്റ് PR-ന്റെ പുറകിന് പോകാതിരിക്കുക. ഇവരുടെ കാര്യത്തിന് വേണ്ടിയാണ് ഈ PR കൊടുക്കുന്നത്. കാരണം നാളെയും ഇവരുടെ പാർട്ടി കയറാനാണ്, ഈ ബീമ്പ് കാണിക്കാനാണ് ഈ PR കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. എന്നാൽ LDF അത്ര മോശമല്ല എന്നല്ല നമ്മൾ പറഞ്ഞത്. അവര് നല്ലതാണ് കാണിച്ചത്. ഈ ഒരു ദുരിത സമയത്ത് ഇത്രയൊക്കെ കാണിച്ചത് വളരെ നല്ലതാണ്. മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്തൊരു ദുരിതം വന്നാലും കേരളമാണ് എല്ലാവരും എത്രയും പെട്ടെന്ന് ചേർത്ത് പിടിക്കുന്നത്. അതിനൊന്നും യാതൊരു സംശയമില്ല. പക്ഷെ ചെയ്യുന്ന പണി അത്ര വൃത്തിയോട് ചെയ്തില്ലെങ്കിൽ അതിന് നമ്മൾ എന്താണ് പറയുന്നത്? എന്തൊരു പണി ചെയ്താലും അത് അതിന്റെതായ ക്വാളിറ്റിയിൽ അതിന്റെ വൃത്തിക്ക് ചെയ്യണം. വൃത്തിക്കും മെനക്കും ഒരു പരിപാടി ചെയ്താലേ അവിടെ ഒരു മെന കാണുള്ളൂ. അതാണ് നമ്മളും പറഞ്ഞ രാഹുൽ മാങ്കൂട്ടും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. പിന്നെ നമുക്ക് കോൺഗ്രസിലോട്ട് നിന്ന് നോക്കുവാണെങ്കിൽ ആകെപ്പാടെ ഇച്ചിരി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ രാഹുലിന്റെ മാത്രമേ ഉള്ളൂ. ബാക്കി ആരും ഒന്നും കമാന്നൊരു അക്ഷരം വേണ്ടുന്നു. അതേസമയം എത്രയോ മാസങ്ങൾക്ക് മുമ്പേ പിണറായി പണി തുടങ്ങിയതാണ് അല്ലേ. PR കൊണ്ട് അവർക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കള്ളപ്രചരണങ്ങളും നുണകളും അതുപോലെ കുറെ അധികം ഇന്റർവ്യൂവും കാര്യങ്ങളും വെളുപ്പിക്കലും അതും അടിച്ചുവാരലും എല്ലാം നടക്കുന്നുണ്ട്. തകൃതിയായിട്ടാണ് നടക്കുന്നത്. കാരണം അത്രയധികം പേടിയാണ്. കോട്ടയത്തോട്ടൊക്കെ വരുവാണെങ്കിൽ ശബരിമല കേസ്, കോട്ടയം പത്തനംതിട്ടയൊക്കെ ശബരിമല കേസിനകത്ത് മുങ്ങി കുളിച്ച് നിൽക്കുകയാണ്. ഒരിക്കലും LDF ഒന്നും അവിടെ കയറാനേ പോകുന്നില്ല. UDF തൂത്തുവരും. അതിലൊന്നും യാതൊരു സംശയമില്ല. പിന്നെയുള്ള തള്ളിപ്പറമ്പ് അങ്ങനെയുള്ള LDF-ന്റെ കോട്ടകളുണ്ടല്ലോ, അവിടെ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. വേറൊന്നുമില്ല. മടുത്ത് ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ അടിമുടി മടുത്ത് നിൽക്കുവാണ്. പിന്നെ PR, ഞാൻ ഇപ്പോഴും പറഞ്ഞ മോഹൻലാലിന് കൊടുത്ത റെമനൈസേഷൻ അതൊരു 11 ലക്ഷത്തിലൊന്നും ഒതുങ്ങുന്നൊന്നുമല്ല. ശരിക്കും ഈ PR ഈ ഫണ്ട് കൊടുക്കുന്നത് എവിടെ നിന്നാണ്? പാർട്ടി ഫണ്ടിൽ നിന്ന് ആണെന്ന് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഈ PR കൊടുക്കുന്നതും പാർട്ടി ഫണ്ടിൽ നിന്നും അല്ല. ഇതിങ്ങനെ റോളിംഗ് ആണ്. ശരിക്കും റോളിംഗ് ആണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ നാട്ടിൽ നടത്താനുള്ള പല പ്രവർത്തനങ്ങൾ മാറ്റിവെച്ചിട്ടാണ് ഇവർ ഈ റോൾ ചെയ്യുന്നുള്ള ഒരു നഗ്നമായ സത്യം നമ്മൾ ഇതിലൂടെയൊക്കെ മനസ്സിലാക്കണം. പിന്നെ എന്താണ് പറയാനുള്ളത്? എന്തൊക്കെയോ പറയണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. വൃത്തികേടും എത്ര ഹീനമായ മാർഗവും ഒക്കെ പ്രചരിപ്പിക്കാനായിട്ട് വലിയ മിഷണറി ഉള്ള ആളുകൾക്ക് ഇത് പ്രചരിപ്പിക്കുന്നതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും KPCC പ്രസിഡന്റ് അത് കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി തിരിച്ച് ഒരു വെല്ലുവിളി സംവാദം മുങ്ങിയായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് പറയുന്നു. കേരള പോലീസ് ഇപ്പോഴും അങ്ങയുടെ നിയന്ത്രണത്തിൽ തന്നെയാണല്ലോ. നിങ്ങളുടെ പാർട്ടിക്കാർ പറയുന്നത് പോലെ 54,49,78,56 രൂപയാണ് ആപ്പ് മുഖേന കോൺഗ്രസ് പിരിച്ചതെങ്കിൽ കേരള പോലീസ് വിചാരിച്ചാൽ 5 മിനിറ്റ് വേണ്ട എത്ര രൂപ പിരിച്ചു എന്ന് കണ്ടെത്താൻ. കാരണം ആപ്പിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് എത്ര വന്നു എളുപ്പം കണ്ടുപിടിക്കാം. യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് തരാം. ഈ പണം എത്ര രൂപ പിരിച്ചു എന്ന് വെച്ചിട്ട് സംവാദം മുങ്ങിയായ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ വിട്ടേക്കും. അദ്ദേഹമായിട്ട് നിങ്ങൾ സംവാദം വേണ്ട. കേരളത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകനുമായിട്ടെങ്കിലും സംവാദത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാണോ? 1. 2, ഞങ്ങളുടെ സുതാര്യമായ കണക്കുകൾ പറഞ്ഞു. ഇനി നിങ്ങൾ പറയണം. 20 കോടി രൂപ DYFI പിരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് 5 കോടിയെ കോൺഗ്രസ് പിരിച്ചുള്ളതെന്നൊക്കെ പറയുന്ന ആളുകളോട് ചോദിക്കാനായിട്ടുള്ളത് ഇന്ത്യ മുഴുവൻ CPM പിരിച്ചത് ആകെ 90 ലക്ഷമാണ്. അപ്പൊ ചോദിക്കും DYFI 20 കോടി പിരിച്ചില്ലേന്ന്. അങ്ങനെ നോക്കിയാൽ കോൺഗ്രസ് പിരിച്ചു, യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് കളക്ഷൻ ഉണ്ടായിരുന്നു. അതുകൂടാതെ ലീഗാണ് ആദ്യം ഫണ്ട് കളക്ഷൻ ആരംഭിച്ചത്. ഏതാണ്ട് 36 കോടി രൂപയാണ് ലീഗ് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് സംഭാവനയായി പിരിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് 40 കോടിക്ക് മുകളിലാണ് UDF എന്ന നിലയിൽ ഞങ്ങൾ പിരിച്ചിരിക്കുന്നത്. മാത്രമല്ല 200 വീടാണ് ഞങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പൊ അത് മൊത്തത്തിലുള്ള കണക്കെടുക്കുമ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി തിരിച്ചുള്ള ചോദ്യം, 20 കോടി എന്ന DYFIയുടെ കണക്കിനെ പറ്റിയിട്ടുള്ള സുതാര്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ പുറത്തുവിടാമോ? നിങ്ങൾ പറയുന്നു ഒരാളിൽ നിന്നും പണം പറ്റിയിട്ടില്ല എന്ന്. വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, അത് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? ഒരാളിൽ നിന്ന് പോലും പണം നിങ്ങൾ കൈപ്പറ്റിയിട്ടില്ല എന്ന്. നിങ്ങൾ പറയുന്നത് കേരളം മുഴുവൻ ആക്രി വിറ്റും പേപ്പർ വിറ്റിട്ടുമൊക്കെയാണ് നിങ്ങൾ ഈ പണം കണ്ടെത്തിയതെന്നാണ്. അങ്ങനെയാണെങ്കിൽ DYFIയെ വെല്ലുവിളിക്കുന്നു, സർക്കാരിനെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ആ കണക്ക് പുറത്തേക്ക് വിടും. ഏത് ആക്രി കച്ചവടക്കാരനാണ് നിങ്ങൾ 20 കോടി രൂപയുടെ ആക്രി വിറ്റത്? അതല്ലെങ്കിൽ ഏത് പത്രക്കച്ചവടക്കാരാണ് നിങ്ങൾ 20 കോടി രൂപയുടെ പത്രം വിറ്റത്? അതിന്റെ ഡീറ്റെയിൽസ് ഓരോ നിയോജക മണ്ഡലം തിരിച്ചിട്ടുള്ളത് വളരെ എളുപ്പം കിട്ടാമല്ലോ. അപ്പൊ ഇവിടെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടം വന്നിരിക്കുന്നത്. DYFI അത് 20 കോടി രൂപ അക്കൗണ്ടിൽ പൂഴ്ത്തി വെച്ചിട്ടുണ്ട് എന്നൊരു പരാമർശം ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം കോൺഗ്രസിന്റെ ഭാഗത്ത് UDFന്റെ ഭാഗത്തു നിന്നുള്ള കണക്കും കാര്യങ്ങളാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം കാണിച്ചത്. സ്റ്റിൽ ഇപ്പം രാഹുൽ കോൺഗ്രസിൽ ഒരു അംഗമല്ല എങ്കിൽ കൂടി കോൺഗ്രസിന് വേണ്ടിയിട്ട് UDF സർക്കാരിന് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ ഇവിടെ
ഇതാണ് പിണറായിയെ ഒന്ന് കളിയാക്കിക്കൊണ്ട് പറയുന്നത്. നമ്മുടെ VT സതീശനുമായിട്ട് എന്താണ് ഒരു സംവാദത്തിന് റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പിണറായി വിജയൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞാണ് സംവാദത്തിന് റെഡിയാണെന്ന്. അപ്പൊ പിന്നീട് പുള്ളിക്ക് മനസ്സിലായി ഇനി അത് എന്താണ് പാളത്തിൽ കൊണ്ട് തല വെക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞു. പിന്നീട് അതിനകത്തൊന്ന് നൈസായിട്ട് മുങ്ങി. നമുക്കറിയാം പത്തനംതിട്ടയില് നമ്മുടെ വീണ ജോർജിനും എന്താണ് അവിൻ വർക്കിയും തമ്മിൽ ഒരു സംവാദം നടന്നിട്ട് വീണ ഇരുന്ന് വേർക്കുന്നത് നമ്മൾ കണ്ടതാണ്. അവിൻ വർക്കി വളരെ നല്ലൊരു എന്താണ് UDF പ്രവർത്തകനാണ്, UDF സ്ഥാനാർത്ഥിയാണ്. ഇരുന്ന് പൊളിച്ചടുക്കി പൊരിച്ച് വറുത്ത് കോരി എടുക്കുമായിരുന്നു വീണ ജോർജിന്. തിരിച്ചൊന്നും ഒരു മറുപടി പറയാൻ വീണ ജോർജിന് പറ്റിയിരുന്നില്ല. നമ്മൾ അതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പം അറിയാം. അതുപോലെ ഇനി VT സതീശനെ പോലെയുള്ള ഒരാളെയൊക്കെ എടുത്ത് എന്താണ് പിണറായി വിജയനോട് ചോദ്യത്തിന് ഒപ്പം പിടിച്ചു നിൽക്കാനൊന്നും പറ്റത്തില്ല. നമുക്കറിയാം ശിവൻകുട്ടിയെ പോലെ ഒരാളൊക്കെ ചുമ്മാ മീഡിയാസിന്റെ മുന്നിലൊക്കെ ഒരു മറുപടി പറയണേ തന്നെ തുണ്ട് വെച്ചിട്ട് കോപ്പി അടിച്ചിട്ട് പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഇതുങ്ങൾക്ക് എന്താണ് ഡയറക്റ്റ് ലൈവില് നാക്കടിച്ച് പിടിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ ഇതുങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒരു പ്രവർത്തനങ്ങളും നാടിന് ഒരു വികസനത്തിനൊന്നും ചെയ്തിട്ടില്ല. ആകെപ്പാടെ കക്കുകയും മുക്കുകയും എല്ലാം ചെയ്തേക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടം ഇവരെ ധൈര്യമായിട്ട് നേർക്ക് സംവാദത്തിന് വിളിക്കുന്നത്. എന്താണ് VT സതീശനെ വിട്ടേക്കൂ, എന്തെങ്കിലും ഒരു കോൺഗ്രസ്. അപ്പം അവിടെ എന്താണ് പിണറായി വിജയന്റെ നിലവാരം തീരെ ഇടിച്ച് താഴ്ത്തിക്കൊണ്ടാണ് ഇവിടെ എന്താണ് രാഹുൽ മാങ്കൂട്ടം സംസാരിക്കുന്നത്. കാരണം VT സതീശനോട് പോലും മുട്ടി നിൽക്കാൻ അത്രയൊന്നും എന്താണ് വിലയില്ല, പിണറായി വിജയന് വിലയില്ല. ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകനുമായിട്ട് സംവാദത്തിന് റെഡിയാണോ, ഞങ്ങളുടെ എന്താണ് കോൺഗ്രസിൽ ഇത് തരാമെന്നൊക്കെ പറയുന്നു. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇവരെന്തൊക്കെ കാട്ടി കൂട്ടിയിട്ടുണ്ട് എന്ന് അടുത്ത ഒരു ഭരണസമിതി കയറുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ശരിക്കും നമുക്ക് നല്ലൊരു ലൈബിലിറ്റി ആയിരിക്കും ഇവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇവര് പിണറായി വിജയൻ കയറിയ സമയത്ത് നമ്മുടെ കേരളത്തെ വിദേശ രാജ്യങ്ങൾക്ക് വിൽക്കാൻ ശ്രമിച്ചതാണ്. ആര് പറയാതെ വിൽക്കാൻ വരെ ശ്രമിച്ചതാണ്. എത്ര പേർക്ക് ആ വാർത്ത അറിയാം? അങ്ങനെ വലിയ ട്രെൻഡിങ്ങിലൊന്നും ആയില്ല വാർത്ത, മുക്കിക്കളഞ്ഞു സംഭവം, അധികം ചർച്ചയായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ എന്തൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്, മകൾ വീണയായിട്ട് എന്തൊക്കെ കൊള്ളകൾ ഇതിനകത്ത് നടത്തി വെച്ചിട്ടുണ്ട്, എന്തൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് ഇനി അറിയാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ 9-ാം തീയതി എന്ന് പറഞ്ഞ ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കി കണ്ടൊക്കെ വോട്ട് ചെയ്യുക എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ചിത്രണ്ടിക്ക. ബൈ.